എത്തിപ്പെടുന്നത്. മെറൈറ്റൽ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് 4 രീതി അല്ലെങ്കിൽ 4 ടൈപ്പായിട്ടാണ് കാണപ്പെടുന്നത്. നമ്മുടെ അടുത്ത് വരുന്ന അല്ലെങ്കിൽ ക്ലിനിക്കിൽ വരുന്ന കേസിൽ അധികം ആളുകളും പറയുന്ന ഒരു പ്രശ്നമാണ്, എനിക്കൊന്ന് മനസ്സ് തുറക്കാൻ വേണ്ടി, എന്നെ കേൾക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു റിലേഷൻഷിപ്പ് കൊണ്ടുപോകുന്നത് എന്നുള്ളത്. അതായത് തൻ്റെ പാർട്ട്ണർ, ഹസ്ബൻഡ് ആവട്ടെ വൈഫ് ആവട്ടെ, അവർ എൻ്റെ പ്രശ്നങ്ങൾ കേൾക്കുന്നില്ല, എൻ്റെ സങ്കടങ്ങൾ അറിയുന്നില്ല, എൻ്റെ ജോബ് സ്ട്രെസ് അവരോട് പറഞ്ഞാൽ മനസ്സിലാവുന്നില്ല, ഞാൻ പറയുന്നത് അവർ കേൾക്കാൻ റെഡിയല്ല എന്നുള്ളൊരു കാര്യവുമായിട്ടാണ് നമ്മൾ എടുത്തു വരുന്നത്. ഇതിനെയാണ് ഇമോഷണൽ അഫെയർ എന്ന് പറയുന്നത്. അതായത് അവർക്ക് ഈ ഒരു സമയത്ത് സെക്ഷൽ അഫെയറോ സെക്ഷൽ പ്ലഷറോ ഒന്നും ഈ ഒരു എക്സ്ട്രാ മെറൈറ്റൽ റിലേഷൻഷിപ്പിലൂടെ കിട്ടുന്നില്ല. ഓൺലി അവരെ ഒന്ന് മനസ്സ് തുറക്കാൻ വേണ്ടി മാത്രം, ഒരു ഓൺലി ഇമോഷണൽ അറ്റാച്ച്മെൻറ്റ് മാത്രം ഉണ്ടാവുന്ന ടൈപ്പാണ് ഇമോഷണൽ അഫെയർ എന്ന് പറയുന്നത്. രണ്ടാമത്തതാണ് സെക്ഷൽ അഫെയർ. ഇതൊന്ന് പേരിൽ നിന്ന് അർത്ഥമാക്കുന്നത് പോലെ തന്നെ സെക്ഷൽ പ്ലഷറിന് വേണ്ടി മാത്രം ഒരു എക്സ്ട്രാ മെറൈറ്റൽ റിലേഷൻഷിപ്പിൽ ഏർപ്പെടുന്നത്. തൻ്റെ പങ്കാളിയുമായി താൻ